ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മോർട്ടം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ മുഖം കാണിച്ച് ആദ്യം നിങ്ങളോട് രണ്ട് വാക്ക് പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കും. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ നേരിട്ട് നിങ്ങളോട് പറയുന്ന ആധാരം ഇന്നലെ യൂട്യൂബ് വീഡിയോയുടെ അടി വന്ന 2-3 കമൻറ്റുകളാണ്. ഓക്കെ, ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ മാന്യമായിട്ട് എഴുതിയേക്കുന്ന അവരുടെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം, ഞാൻ ഇന്നലെ എൻ്റെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ആദ്യം മനസ്സിലാക്കുക, ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, എൻ്റെ വ്യൂ ഞാൻ പറഞ്ഞു കറക്റ്റാണ്. എൻ്റെ വ്യൂ എനിക്ക് മുകളിലോട്ട് മാത്രമേ വ്യൂ ഉള്ളൂ, എനിക്ക് താഴോട്ടില്ല, ഞാൻ ട്രേഡ് താഴോട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു. അല്ലാതെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങനൊന്നും പറഞ്ഞില്ല. എനിക്ക് വ്യൂ താഴോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളോട് എനിക്ക് വ്യൂ മുകളിലോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളോട് ഞാൻ സി എടുക്കാനോ പി എടുക്കാനോ ഒന്നും പറയില്ല. ഞാനിവിടെ ഈ ചാനലിൽ തരുന്നത് കൃത്യമായ ലെവലുകളാണ്, അല്ലേ? എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായി ഒരു എൻട്രി പോയിൻറ്റും ഒരു എക്സിറ്റ് പോയിൻറ്റും എപ്പോഴും നമുക്ക് കാണും. ഒരു ട്രേഡിൽ എൻട്രി എടുക്കുമ്പോൾ ആ ട്രേഡിന് എൻട്രി എടുക്കുന്നതിന് മുന്നേ നമ്മുടെ എൻട്രിയും എക്സിറ്റും തീരുമാനിച്ചിട്ട് മാത്രമേ നമ്മൾ ട്രേഡിന് ഇറങ്ങാവൂ. അത് വളരെ വളരെ ശക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം. അപ്പോൾ ഇന്നലെ യൂട്യൂബിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യൂ മുകളിലോട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സി എടുത്ത് ഹോൾഡ് ചെയ്തു, എനിക്ക് വലിയ നഷ്ടം വന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞോ നിങ്ങളോട് സി എടുക്കാൻ? പറഞ്ഞോ? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് സി എന്നോ പി എടുക്കാനോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു ബൈ റെക്കമെൻഡേഷനോ സെൽ റെക്കമെൻഡേഷനോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഈ യൂട്യൂബിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നമുക്ക് കൃത്യമായ ലെവലുകളുണ്ട്. ഈ ലെവലിൽ വന്നാൽ ഇവിടെ പ്രൈസ് ആക്ഷൻ പ്രകാരം നിങ്ങൾക്ക് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അഥവാ നിങ്ങൾ ഇനി വ്യൂ തെറ്റിപ്പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ അവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു SL ഇല്ലേ, ഒരു എക്സിറ്റ് പോയിൻ്റ് ഇല്ലേ? അല്ലാതെ ഞാൻ നേരത്തെ ഇപ്പോൾ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു സാറിൻ്റെ വ്യൂ കറക്റ്റായതുകൊണ്ട് ഞങ്ങളങ്ങ് എടുത്ത് കണ്ണു അടച്ച്. നോ, ഞാനെന്നല്ല എക്സ് ഓർ വൈ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഒരു കാഴ്ചപ്പാട് വേണം. ഞാൻ എടുക്കുന്ന ട്രേഡിനെ പറ്റി, നിങ്ങളെടുക്കുന്ന ട്രേഡിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാട് വേണം. ഞാൻ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനം നിങ്ങളുടെയാണ്, എൻ്റെ അല്ല. എനിക്ക് ഓൺലി ഈ ലെവലുകളും അതിൻ്റെ ദൈവം സഹായിച്ച എൻ്റെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഏത് ലെവലിൽ എടുക്കണം, ഏത് ലെവലിൽ ഇറങ്ങണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്, ഞാനിപ്പോഴും സി ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എൻ്റെ കാഴ്ചപ്പാടാണ്. പക്ഷേ അതിന് എനിക്ക് അതുപോലുള്ള പൊസിഷൻ സൈസിങ് എനിക്കറിയാം, അതുപോലെ ക്യാപിറ്റൽ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ല? ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ജനുവരി അവസാനവും ഫെബ്രുവരി അവസാനത്തെ സികളൊക്കെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സപ്പോസ് ഇനി എതിരെ പോയി കഴിഞ്ഞാൽ അതിനെ എനിക്ക് ഫയർ ഫൈറ്റ് ചെയ്തോ അല്ല വേറെ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും ഭൂരിഭാഗം പേരും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10,000 20,000 50,000 വെച്ചിട്ടായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, ഇല്ലേ? ഇന്നിപ്പോൾ ഒരാൾ ട്രേഡ് സാർ എൻ്റെ ക്യാപിറ്റൽ 900 രൂപയേ ഉള്ളൂ, എനിക്കിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്യാപിറ്റൽ വെച്ച്, അങ്ങനെ പരിമിതമായ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഒരു എക്സിറ്റ് പോയിൻ്റ് എൻട്രി പോയിൻറ്റും വേണം. അതില്ലാതെ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ദയവ് ചെയ്ത് ഞാൻ കൈകൂപ്പി നിങ്ങളോട് പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങളുടെ SLനെ മാനിക്കുക. നിങ്ങൾക്ക് ഒരു എക്സിറ്റ് പോയിൻ്റ്, നിങ്ങളുടെ വ്യൂ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ നിങ്ങളെടുത്ത ട്രേഡ് തെറ്റിപ്പോയാൽ അതിന് ഒരു എക്സിറ്റ് പോയിൻ്റ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു സപ്പോർട്ട് ലെവലിലോ ഒരു റെസിസ്റ്റൻസ് ലെവലിലോ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. ഒരു ലെവലിൻ്റെ നടുക്ക് കൊണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാതെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാതെ വരും. ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് ചാർട്ടിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്ക് പറയാനുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി നിങ്ങൾ ട്രേഡിന് എൻട്രി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, ഞാൻ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. ആ വ്യൂ തെറ്റിപ്പോയാൽ പ്രൈസ് ആക്ഷൻ പ്രകാരം, ഞാൻ പ്രൈസ് ആക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായി പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കൊന്നും ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല. ഇന്ന് ധാരാളം ആൾക്കാർ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പം ഒരു പാളിച്ചയും പ്രൈസ് ആക്ഷൻ അത് പറ്റിയിട്ടില്ല. അപ്പം അഥവാ നമ്മുടെ വ്യൂ പാളിപ്പോയാൽ അല്ല നമ്മുടെ എൻട്രി പാളിപ്പോയി കഴിഞ്ഞാൽ അതിന് ഇറങ്ങേണ്ട കൃത്യമായ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിങ്ങൾ ഇറങ്ങുക. അല്ലാതെ അന്ധമായി സാറ് പറഞ്ഞു അല്ലെ എക്സ് ഓർ വൈ ആര് പറഞ്ഞു ഇന്ന് മേലോട്ട് പോകുന്നു പറഞ്ഞ് അന്ധമായി ഹോൾഡ് ചെയ്യുന്ന പരിപാടി ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. അത് എന്നെ അപമാനിക്കുന്നതിനോട് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ കൃത്യമായി മാനദണ്ഡം പാലിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്യുന്ന ഒരു തള്ളു ഭയങ്കരമാണ്. ഞാൻ എന്ത് തള്ളാണ് നിങ്ങളോട് ചെയ്തത്? ഒരു തള്ളു ഞാൻ ചെയ്തില്ല. ഞാൻ കൃത്യമായി ചാർട്ടിനെ അനലൈസ് ചെയ്ത്
ചാർട്ടിനകത്തിൽ എന്താണ് കാണുന്നത് അത് മാത്രമാണ് പറയുന്നത്, അല്ല ഞാനൊരു തള്ളും ഇവിടെ നടത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് തുടർന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കുക. കൃത്യമായി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ വർഷം ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് 26,000 മുകളിൽ ഈ വർഷം ക്ലോസ് ചെയ്യുന്നതിനാണ് വിശ്വസിക്കുന്നത്. അത് എൻ്റെ വ്യൂ ആണ്, അത് എൻ്റെ കാഴ്ചപ്പാടാണ്. ഒരു പക്ഷേ തെറ്റാം, ഞാനാണെങ്കിൽ ഒരു പച്ചയായ മനുഷ്യനാണ്, അല്ലേ? ജീവനും ഓജസ്സും ഉള്ളൊരു മനുഷ്യനാണ് ഞാനൊരു റോബോട്ടോ അല്ല ആൽഗോയോ അല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. എനിക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ എനിക്കുമുണ്ട്, എന്നെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അവർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് എൻ്റെ ഇത്രയും നാളുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞാൻ ലെവലുകൾ പറയുന്നത്. ഒരു പക്ഷേ ലെവലുകൾ തെറ്റിപ്പോകും. ഞാൻ ദൈവമൊന്നുമല്ല, NSE നിയന്ത്രിക്കുന്നത് ഞാനല്ല മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. എൻ്റെ ബോധ്യങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് ഒരു പക്ഷേ തെറ്റാകാം, ശരിയാകാം. അങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ആ അവസരം നിങ്ങൾ ഉപയോഗിക്കാതെ അങ്ങേര് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അതങ്ങനെ ആവർത്തിക്കാതിരിക്കുക. എനിക്കറിയാം നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വളരെ എന്നാലും നമ്മുടെ മലയാളികളാണല്ലോ, അറിയാമല്ലോ. അപ്പം അവരുടെ സ്വഭാവം അല്ലെങ്കിൽ എന്താ പറയുന്നത്, പബ്ലിക്കലി താറടിച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും കാണും. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ധാരാളം പേരെന്നെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു, സംസാരിച്ചു. എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ നമുക്കിനിയും ചാർട്ടിലോട്ട് വരാം. ഓക്കെ, ഹായ്. അപ്പോൾ നമുക്ക് ചാർട്ടിനകത്തോട്ട് വരാം. ചാർട്ടിനകത്തിൽ ഇന്ന് ഡേ വൈസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ഡോജിയാണ് ഉണ്ടായത്, അല്ലേ? അതായത് മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റിയാണ്. മാർക്കറ്റ് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയാൻ വയ്യാതെ ഒരു ഡോജിയാണ് ഫോം ചെയ്തേക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ എന്താ നോക്കേണ്ടത്, നമ്മൾ നേരത്തെ വരച്ചിട്ടിരിക്കുന്ന ഒരു ഡേ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്. നമുക്ക് ഈ ഒറ്റ ട്രെൻഡ് ലൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പം മാർക്കറ്റ് ഇവിടെ വന്ന് തിരിച്ച് കയറിപ്പോകണം. അതാണ് സപ്പോസ് വരുവാണെങ്കിൽ താഴെ ഏകദേശം 25,839 ആ റേഞ്ചൊക്കെ വന്ന് തിരിച്ച് കയറിപ്പോകണം. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് 4 ദിവസം 5ാമത്തെ ദിവസമാണ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഏകദേശം 2 പോയിൻറ്റ് നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ, എനിക്കൊന്ന് 40-ൽ ഓപ്പൺ ചെയ്ത് 38-ൽ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 2 പോയിൻറ്റ് നെഗറ്റീവ് മാത്രമാണ് ഒരു ഡോജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡോജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോജി ഏരിയയിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഡോജിയാണ്, അല്ലേ? ഒരു ഡോജി ഉണ്ടായതിനു ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ ഉണ്ടായിരിക്കുന്നത്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡാണ് പോയിരിക്കുന്നത്. അതിനുശേഷം ആ റെസൻസ് തട്ടി നേരെ മാർക്കറ്റ് തിരിച്ചു വന്നു, വീണ്ടും താഴെ വന്നു, തിരിച്ച് മാർക്കറ്റ് കയറി ഇവിടെ ഒരു ഡോജി ഉണ്ടായി. അതിനുശേഷം ഒരു അപ്പ് ട്രെൻഡാണ് ഉണ്ടായി, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ തിരിച്ചു വന്നു, വീണ്ടും നമ്മുടെ ഈ ലൈൻ സപ്പോർട്ട് എടുത്തു, ഒരു ഭയങ്കര ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി, പോയി വീണ്ടും തിരിച്ച് താഴെ വന്നു. അപ്പം ഈ ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് നിൽക്കുന്ന ഈ ഏരിയ ഇതല്ലേ, ഈ ഡേ ക്യാൻഡിലൂടെ നോക്കി നമ്മളൊരു വര ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പല പ്രാവശ്യം ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോയിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ട്, പിന്നെ ഇവിടെ വന്ന് സപ്പോർട്ട്, ഇത് സപ്പോർട്ട്, കേട്ടോ. ഈ ഏരിയ എല്ലാം സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ലൈനാണ് ഇത്. അതേ ലൈനിലാണ് മാർക്കറ്റ് ഇന്ന് ഡേ വൈസിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നാളെ എന്താ സംഭവിക്കേണ്ടത്? നാളെ ഒന്നുകിൽ മാർക്കറ്റ് ഇവിടെ വന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കണം. ഈ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോകണം. ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇതുപോലെ തന്നെ വന്ന് മാർക്കറ്റ് താഴെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോവുക ചെയ്തത്, ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒന്നുകിൽ ഇവിടെ മാർക്കറ്റ് വന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോകണം. നാളെ ഒരു ദിവസം തന്നെ വന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഇവിടെ വന്ന് തട്ടിയിട്ട് ഫോം ആവണം. ഇല്ലെങ്കിൽ നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം. ഒരു ഫുൾ ക്യാൻഡിൽ, ഒരു ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം. ഇല്ലെങ്കിൽ ഇവിടെ വന്ന് തട്ടി ചെയ്തിട്ട് വന്നാൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം. എങ്ങനെയായാലും നാളെ നമുക്ക് 25,938 മുകളിൽ ക്ലോസിങ് കിട്ടണം. നാളെ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നു, 26,000 ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ ഒരു പക്ഷേ തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ വിശ്വാസം, എൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. നാളെ ഒരു പക്ഷെങ്കിൽ 26,000 മുകളിൽ ക്ലോസ് ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ചിലപ്പോൾ തെറ്റായിരിക്കാം, എങ്കിലും ഞാനത് ഊട്ടിയുറപ്പിച്ച് പറയുന്നു. നാളെ മാർക്കറ്റ് 26,000 മുകളിൽ ക്ലോസ്, ഈ വർഷം അവസാനിക്കാൻ ഈ ഒരു ദിവസം കൂടെ ഉള്ളൂ, 26,000 മുകളിൽ ക്ലോസ് ചെയ്യുന്നത്. തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾ എന്നെ പൊങ്കാലിട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, എൻ്റെ ബോധ്യമാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ നാളെ മാർക്കറ്റ് ഇപ്പം ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ വലിയൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി. ഇനി ഇവിടുത്തെ കാര്യം പറയാം, ഇന്നത്തെ കാര്യം പറയാമല്ലോ. ഇന്നത്തെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ മാർക്കറ്റിൽ ഇന്ന് ട്രേഡ് എടുക്കുന്നവർ 15 മിനിറ്റ് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അല്ലേ?
15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു സപ്പോർട്ട് കിട്ടി. 25,876 കൃത്യമായി ഒരു സപ്പോർട്ട് വന്ന് റിജക്റ്റ് ചെയ്ത് നമുക്കൊരു ഒരു 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 എൻട്രി പോയിന്റ് കിട്ടി, ഇല്ലേ? ഒന്നുകിൽ നിങ്ങൾ റിസ്കി ട്രേഡേഴ്സ് ഒരു എൻട്രി എടുക്കും, ഇല്ലെങ്കിൽ അടുത്തൊരു ക്യാൻഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. ഇത് ഈ കാണുന്നത് നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്, ഇല്ലേ? ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ഡോജി ഉണ്ടായി, പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി. അപ്പോൾ ഇതിനെ പറയുന്നത് മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, ഒരു ദിവസം ഞാനൊരു വീഡിയോ ചെയ്യാം. മോർണിംഗ് സ്റ്റാർ വന്ന് ഇവിടുന്ന് മാർക്കറ്റ് നേരെ തിരിച്ച് കയറിപ്പോയി. നമുക്ക് നമ്മുടെ എന്താ പറയുന്നത്, ഇവിടെ ട്രേഡ് എടുത്തവർക്ക് നമുക്ക് ഒരു പ്രോഫിറ്റ് എവിടെ ബുക്ക് ചെയ്യാൻ പറ്റും? ഈ എൻട്രി ലെവലിൽ. എപ്പോഴും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ലെവൽ അന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഓപ്പണിംഗ് ലെവൽ വന്ന് റിജക്ഷൻ വന്നു, എന്നിട്ട് വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. നമ്മുടെ 25,979 എന്ന് പറഞ്ഞ റെസൻസ് തട്ടി മാർക്കറ്റ് വീണ്ടും തിരിച്ചു തന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇവിടില്ലേ. അതിനുശേഷം ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷേ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കാരണം റിസ്കി ട്രേഡേഴ്സ് ധാരാളം എടുത്ത് കാണും. കാരണം ഇവിടുത്തെ റിജക്ഷൻ വന്നപ്പോൾ തന്നെ ചാടി വീണ് കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. എടുത്തില്ല. ഇവിടെ പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ഇല്ല, റിസ്കി എടുത്തവർക്ക് എടുത്ത് കാണുമായിരിക്കും. വീണ്ടും അതേപോലെ തന്നെ താഴെ വന്നു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് വീണ്ടും നമ്മുടെ ഈ സപ്പോർട്ട് ലെവൽ, ഈ ലെവലിൽ തന്നെ വന്ന് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തു. നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം ഇതേ ലെവലിലാണ്, ഇല്ലേ? ഇതേ ലെവലിൽ മാർക്കറ്റ് വീണ്ടും വന്ന് അപ്രോച്ച് ചെയ്തു. അതിനുശേഷം വീണ്ടും ബൗൺസ് ചെയ്തു. ഇവിടെയൊക്കെ നല്ലപോലെ പ്രീമിയം അപ്രീസിയേഷൻ കിട്ടി, നല്ലപോലെ പ്രീമിയം അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ താഴെ വന്നു. അതിനുശേഷം ഇവിടുന്ന് നല്ല രീതിയിലൊരു ബുള്ളിഷ് സ്ട്രക്ചർ ഈ ഒരു ക്യാൻഡിൽ വേണം നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. ഒരു റിജക്ഷൻ ക്യാൻഡിലെന്നോ ഇവിടെ ഏത് രീതിയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്താലും ഇവിടെ നമുക്കൊരു ട്രേഡിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി പോലെ ഇരിക്കും, എനിക്കറിയത്തില്ല. എനിവേ ഞാനിന്ന് ഏകദേശം ഈ മാർക്കറ്റിൽ എൻ്റെ കയ്യിലുള്ള ഹോൾഡിംഗ് കൂടാതെ തന്നെ ഈ മാർക്കറ്റിൽ ഞാൻ ഏകദേശം ഒരു 8,000 രൂപയോളം ഞാനിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പ്രോഫിറ്റ് ഞാൻ എടുത്തു. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ താല്പര്യം ഞാൻ ഷോ കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ മാർക്കറ്റിലും ചെയ്യാം. ഞാൻ ഇവിടെ എത്തിയപ്പോഴേ ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇവിടെ എത്തിയപ്പോഴാണ് 2,500 രൂപ അങ്ങോട്ട് കിട്ടി ഞാൻ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തിരുന്നത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്, ഇത് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിട്ടത്. എനിവേ അതിനുശേഷം അവസരങ്ങൾ വന്നപ്പോൾ, കാരണം ഞാൻ ഇവിടെ പി എടുത്തില്ല. ഈ മാർക്കറ്റ് ഇവിടെ ഇടിഞ്ഞ് ഇവിടെ താഴെ വന്ന് ഈ ഏരിയയിൽ എത്തിയപ്പോഴാണ് ഞാൻ ട്രേഡ് എടുത്തത്. കാരണം ഇതേ ലെവലിൽ മാർക്കറ്റ് എത്തിയപ്പം വീണ്ടും ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഞാൻ 10 പോയിൻറ്റ് 15 പോയിൻറ്റ് എടുക്കാറുള്ളൂ. 10 പോയിൻറ്റ് 15 പോയിൻറ്റ് എടുത്ത് ഞാൻ ഒഴിവാക്കി. പിന്നെ അടുത്ത് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഞാൻ ട്രേഡ് എടുത്തു. അവിടെയും 15-20 പോയിൻറ്റ് എടുത്തപ്പോൾ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പം അതേ അവസരങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എങ്കിലും ധാരാളം പേര് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. ഓക്കെ, താങ്ക് യു. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് തെറി വിളിക്കുന്നതിന് മുമ്പ്, അല്ല നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, എൻ്റെ നിങ്ങൾ എടുത്ത എൻട്രി ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക. ഓക്കെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഈ 2,979 റേഞ്ചിൽ എത്തി മാർക്കറ്റ്, ഇല്ലേ? പക്ഷേ ഇന്ന് ക്ലോസിങ് 938 ഏകദേശം ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഈ എന്താ സംഭവം? അപ്പം മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. ഇന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു, അപ്പം അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ എക്സ്പയറി ആയതുകൊണ്ട് ഭയങ്കര വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. അപ്പം നാളെ ഒരു ഫ്രഷ് കോൺട്രാക്റ്റ് ആരംഭിക്കുകയാണ്, ഇല്ലേ? ഫ്രഷ് കോൺട്രാക്റ്റ് ആരംഭിക്കുമ്പോൾ നാളെ നമുക്ക് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നാളെ ഞാൻ ഈ പറഞ്ഞ പോലെ 26,011 എൻ്റെ ലെവൽ. ഞാനത് അസന്നിഗ്ധമായിട്ട് ഇപ്പോഴും വീണ്ടും പറയുന്നു, 26,011 എൻ്റെ ലെവലാണ്. ഒരു പക്ഷേ തെറ്റിപ്പോയാലും ഞാൻ അതിനെ ഹോൾഡ് ചെയ്യുന്നു, മുറുകെ പിടിക്കുന്നു. എൻ്റെ വിശ്വാസം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. ഇത് ഇത്രയും അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളുടെ പൊങ്കാല പ്രതിഷ്ഠ കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നാളെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ എന്നെ തേജോവധം ചെയ്യും. നോ പ്രോബ്ലം, ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം എൻ്റെ ബോധ്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നാളെ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 26,011 ക്രോസ് ചെയ്ത് 26,061 നമ്മുടെ ഇതൊക്കെ നമുക്ക് കാണാപ്പാട ലെവലുകൾ, അല്ലേ? 26,011, 26,061, 26,100, പിന്നെ 26,278, 26,147, 26,200, ഇതൊക്കെ നമ്മുടെ ലെവലുകൾ, ഇല്ലേ? അപ്പം നമുക്ക് ഈ 26,061 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 26,061 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോർട്ട് കവറിങ് റാലി പതുക്കെ ആരംഭിക്കും. അൺവൈൻഡിങ് പതുക്കെ ഷോർട്ട് കവർ ചെയ്യാൻ ഉള്ള ആൾക്കാർ, ഷോർട്ട് ചെയ്തവരൊക്കെ പതുക്കെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ 26,100 കടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയല്ല ഇത് നിലനിർത്തുന്നില്ല, ഈ 25,930 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ
25,935 താഴെ. ഞാൻ രണ്ട് ഏരിയയും പറയുകയാണ്. മുകളിലോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഇനി താഴോട്ടുള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അല്ല, ഈ വ്യൂ എല്ലാം തെറ്റിപ്പോയി. 26,935 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്നലത്തെ ലോ ആണിത്, അല്ലെങ്കിൽ ഈ ലെവൽ 25,876. ഈ 25,876 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു താഴോട്ടൊരു PE സാധ്യത ഉള്ളൂ. അപ്പം ഇവിടെ വെയിറ്റ് ചെയ്ത് എപ്പോഴും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയാലും ഇവിടെ തിരിച്ച് കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചത്. കണ്ടോ, മാർക്കറ്റ് മുകളിലോട്ട് കയറി താഴെ വീണു, ഇവിടുന്ന് വീണ്ടും തിരിച്ച് കയറി, വീണ്ടും പ്രഷർ വന്നു, വീണ്ടും തിരിച്ച് കയറി, ഇല്ലേ? അപ്പോൾ എപ്പോഴും ഈ ഏരിയ വരുമ്പം ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ ആക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിലെത്തുമ്പോൾ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ ഈ ലെവൽ ശ്രദ്ധിക്കുക. 876. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി ഒരു 10-15 മിനിറ്റ് വരെ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ ഫർദറായിട്ട് താഴോട്ട് പോകും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് 979 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 907 ഇത് ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്ത് 979 ബ്രേക്ക് കഴിഞ്ഞാൽ 26,011, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 26,061, അതിന് മുകളിൽ നമുക്ക് ഷോർട്ട് കവറിങ് കിട്ടും. ഇതാണ് നമുക്ക് നിഫ്റ്റിയെ പറ്റി പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ പറ്റി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത്. ഓക്കെ, നമ്മുടെ റേഞ്ചായിരുന്നു ഇത്. നല്ല രീതിയിൽ ഇതിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു അപ്സൈഡ് നമുക്ക് ഇന്നലെ നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ചത് ഇല്ലേ. നമുക്ക് നല്ലൊരു അപ്സൈഡ് നോക്കി നമ്മുടെ സപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് 58,759 വന്ന് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോയി. ഇവിടം വരെ ടാർഗറ്റ് കൃത്യമായി നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ ഒരു ബ്രേക്കൗട്ട് നൽകി അടുത്ത ലെവലിലോട്ട് എത്തി 59,326. ഇനിയിപ്പം 59,326 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 59,546, 59,000 വരെയൊക്കെ കാണാനുള്ള സാധ്യത 60,000 വരെയൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റ്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഒരു ബുള്ളിഷ് മൊമെൻറ്റോ, രണ്ട് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വെയിറ്റേജ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഇതിൻ്റെ സ്റ്റോക്കിൽ നിന്ന് ഔട്ട്ഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്റ്റോക്ക് സെല്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ ബാങ്കിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, നമുക്ക് 50,000 കോടി രൂപയുടെ ഇൻഫ്ലോ മാർക്കറ്റിലോട്ട് 29-ാം തീയതി ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് പതുക്കെ കാണാൻ പറ്റത്തുള്ളൂ. അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടവർക്ക് നിങ്ങൾക്കറിയാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുക. ഒരു ബുള്ളിഷ് സെറ്റപ്പ് വന്നാൽ മാർക്കറ്റ് ഇവിടുന്ന് 546 ക്രോസ് ചെയ്ത് 59,806 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കി കണ്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ വളരെ ശോകമായിരുന്നു. വളരെ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മെയിൻ 13,644 ഒരു മെയിൻ സപ്പോർട്ടായിരുന്നു ഇല്ലേ. മെയിൻ സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി വീണ്ടും തിരിച്ച് അവിടെ തന്നെ എത്തി. പക്ഷേങ്കിൽ ക്ലോസിങ് അവിടെ അല്ല കിട്ടി, 601. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ഭയങ്കര വോളറ്റൈലായിരുന്നു. സ്പോട്ട് ക്ലോസ് ചെയ്തത് ഏകദേശം 600 റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി ഇവിടെ നോക്കേണ്ടത്, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് 13,554 ആയിരിക്കും. നാളെ ബുള്ളിഷ് മൊമെൻറ്റും ആണെന്നുണ്ടെങ്കിൽ 13,644 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഫർദറായിട്ട് 14,000 വരെ ഈ അടുത്ത കോൺട്രാക്റ്റിൽ ഈ അടുത്ത മാസം 14,000 വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലെവലുകൾ കൃത്യമായിട്ട് നമ്മുടെ ഓരോ ഇടത്തും വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ട് ഓൾറെഡി ലെവൽ. ഓക്കെ, അത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പം നാളെ സൂക്ഷിച്ച് നിങ്ങൾ നാളെ ഫ്രഷ് കോൺട്രാക്റ്റാണ്. മാർക്കറ്റിൻ്റെ മൊമെൻറ്റം നോക്കി മൊമെൻറ്റത്തിൻ്റെ കൂടെ പോകാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നാളെ ഞാനൊരു അടുത്ത വർഷത്തേക്കുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നാളെ വൈകുന്നേരം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം. അടുത്ത വർഷം മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ സമീപിക്കേണ്ടതും അടുത്ത വർഷം മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നുള്ളത് എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാട്. ഓക്കെ, എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് എൻ്റെ പഠനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു. അത് ഏകദേശം പറഞ്ഞ പോലെയൊക്കെ തന്നെ മാർക്കറ്റിൽ സംഭവിച്ചു. അപ്പോൾ ഈ വർഷം അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും എൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആ വീഡിയോ നാളെ വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു all.